നമ്മൾ ആദ്യ പരീക്ഷയിൽ ചോദിച്ച ചോദ്യത്തിന്റെ മാതൃക വരും പരീക്ഷകളിൽ വരാൻ ഏറെ സാധ്യതയാണ് അല്ലെ. അപ്പോൾ ടൊർണാഡോ എന്ന് പറയുന്നത് എവിടെയാണ്? ടൊർണാഡോ USA, അമേരിക്കയിലാണ് ടൊർണാഡോ എന്നിവരെ വിളിക്കുന്നത്. ഈ ചക്രവാതങ്ങൾ ടൊർണാഡോ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അമേരിക്കയിലാണ്, USAയിലാണ്. ഇങ്ങോട്ടേക്ക് ചുറ്റുമുള്ള പ്രദേശത്തെ ഉച്ചമർദ്ദ വായു, ഉഷ്ണമേഖല വായു അല്ല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ബിബിൻ മാത്യൂസ്. ട്രിവാൻഡ്രം LDC എക്സാമിന് ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. അതിന് അനുബന്ധ വിവരങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. ആദ്യമേ തന്നെ ചോദിച്ച 5 ചോദ്യങ്ങളിൽ 3 ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളും 2 സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളുമായിരുന്നു. ആദ്യത്തെ 2 ഒറ്റ വാക്കിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒറ്റ സെന്റൻസിലുള്ള ചോദ്യങ്ങൾ, 2 ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ. മൊത്തം 5-ൽ 2 സ്റ്റേറ്റ്മെന്റ് ചോദ്യം വന്നുള്ളൂ. ഈ 5 ചോദ്യങ്ങളും SCRT-യിൽ നിന്നായിരുന്നു എന്നുള്ളതാണ് അടുത്ത ഫാക്ട്. 5 ചോദ്യങ്ങൾ വന്നത് എവിടെ നിന്നായിരുന്നു? SCRT-യിൽ നിന്ന് തന്നെയാണ്. ഹയർ സെക്കൻഡറിയിലേക്ക് അത്ര ഇതായിട്ട് കാര്യമായിട്ട് ഇവർ പോയിട്ടില്ല. ഞാനത് ഏത് പാഠത്തിൽ നിന്നാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഈ ചോദ്യങ്ങൾ വന്നതൊക്കെ എവിടെ നിന്നാണ്, ഏത് പാഠത്തിൽ നിന്നാണ് പറഞ്ഞു തരാം. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ ആദ്യ പരീക്ഷയിൽ ചോദിച്ച ചോദ്യത്തിന്റെ മാതൃക വരും പരീക്ഷകളിൽ വരാൻ ഏറെ സാധ്യതയാണ് അല്ലെ. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ വന്ന പാഠഭാഗങ്ങൾ വീണ്ടും 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 വായിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കണം. ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദ്യകർത്താവ് ഫ്രെയിം ചെയ്തത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അടുത്തത് മനസ്സിലാക്കണം. ചോദ്യങ്ങൾ ഡയറക്റ്റ് ചോദിക്കുമായിരുന്നോ അതോ ഒരു മനസ്സിലാക്കിയയാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ? അങ്ങനെയും കൂടെ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? പിന്നെ മൂന്നാമത് ചെയ്യേണ്ടത് എന്താണ്? ഈ പാഠഭാഗങ്ങളുടെ റിവിഷൻ, പഠിച്ച പാഠഭാഗങ്ങളുടെ റിവിഷൻ വരും ദിവസങ്ങളിൽ നടത്തണം. അങ്ങനെ നമ്മൾ പൂർണ്ണ സജ്ജമായിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ അടുത്ത ജില്ലക്കാർക്കുള്ള സൂചന ആദ്യ ജില്ലയിലെ പരീക്ഷയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അത് മാത്രം ഫോളോ ചെയ്ത് മുമ്പോട്ട് പോവുക കേട്ടോ. ചോദ്യം നമ്പർ 1 ജോഗ്രഫിയിലെ, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എന്താണ്? സൈക്ലോൺ, വില്ലി വില്ലീസ്, ടൈഫൂൺ, ഹരിക്കെയിൻ. ഏതാണ് ആൻസർ? ഹരിക്കെയിൻ ആണ്. എന്താണ് ചക്രവാതങ്ങൾ? ഇത് എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നേക്കുന്നത്? ക്ലാസ് 10 SCRT പാഠം 2 കാറ്റിന്റെ ഉറവിടം തേടി, അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നേക്കുന്നത്. നോക്കാം, എന്താണ് ചക്രവാതങ്ങൾ? അല്ലെങ്കിൽ ഈ ചക്രവാതങ്ങൾ അറിയപ്പെടുന്ന പേരുകൾ എന്തെല്ലാമാണ്? നമ്മുടെ ചോദ്യം ഇതാണോ? ഹരിക്കെയിൻ ആയിരുന്നു. ഹരിക്കെയിൻ. കരീബിയൻ കടല്, വെസ്റ്റ് ഇൻഡീസ്, അറ്റ്ലാന്റിക് സമുദ്രപ്രദേശം. നമ്മുടെ ചോദ്യം ഇതായിരുന്നല്ലോ, അറ്റ്ലാന്റിക് മേഖലയിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? കണ്ടോ, കരീബിയൻ കടല്, വെസ്റ്റ് ഇൻഡീസ്, അറ്റ്ലാന്റിക് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഹരിക്കെയിൻസ് എന്നാണ് ചക്രവാതങ്ങൾ അറിയപ്പെടുന്നത്. ഹരിക്കെയിൻസ്. ഓക്കെ, ഈ അറ്റ്ലാന്റിക് ഓഷ്യന്റെ പോർഷൻ ആയിട്ട് വരുന്നതാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ ദ്വീപസമൂഹവും കരീബിയൻ കടലും ഒക്കെ കേട്ടോ. ഇനി സൈക്ലോൺ എന്ന് അറിയപ്പെടുന്ന എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. പുസ്തകത്തിൽ എടുത്തു പറയുന്നത് ബംഗാൾ ഉൾക്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ടൊർണാഡോ എന്ന് പറയുന്നത് എവിടെയാണ്? ടൊർണാഡോ USA, അമേരിക്കയിലാണ് ടൊർണാഡോ എന്നിവരെ വിളിക്കുന്നത്. ഈ ചക്രവാതങ്ങൾ ടൊർണാഡോ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അമേരിക്കയിലാണ്, USAയിലാണ്. ടൈഫൂൺ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ടൈഫൂൺ പശ്ചിമ പസഫിക് സമുദ്രം, വെസ്റ്റേൺ പസഫിക് ഓഷ്യൻ, ചൈന കടൽ. ഈ ചൈന കടലൊക്കെ പശ്ചിമ പസഫിക് സമുദ്രത്തിന്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെയാണ് ടൈഫൂൺ എന്നറിയപ്പെടുന്നത്. ആൻഡ് ഫൈനലി വില്ലി വില്ലീസ്. ഈ പേരിൽ എവിടെ അറിയപ്പെടുന്നത്? ഓസ്ട്രേലിയയിലാണ് വില്ലി വില്ലീസ് എന്ന് വിളിക്കുന്നത്. 6 കൂടിയുണ്ട്. തൈഫു ജപ്പാനിലാണ് അത് തൈഫു എന്നറിയപ്പെടുന്നത്. വ്യത്യസ്തമായ പേരുകൾ പഠിച്ചോണം. സൈക്ലോൺ ബംഗാൾ ഉൾക്കടൽ, ടൊർണാഡോ USA, ഹരിക്കെയിൻ കരീബിയൻ, വെസ്റ്റ് ഇൻഡീസ്, അറ്റ്ലാന്റിക് ഓഷ്യൻ, ടൈഫൂൺ പശ്ചിമ പസഫിക് സമുദ്രം, ചൈന കടൽ, ടൈഫൂൺ വില്ലി വില്ലീസ് ഓസ്ട്രേലിയ, തൈഫു ജപ്പാൻ. സിമ്പിൾ കേട്ടോ. അപ്പോൾ എവിടെയാണ് ചക്രവാതങ്ങൾ? ഏതൊക്കെ പേരുകളിലാണ് നമ്മളിവിടെ പഠിച്ചു. ആരാണ് ചക്രവാതം? കാറ്റുകളെ 4 തരംതിരിക്കുന്നതിൽ അസ്ഥിരവാദങ്ങളാണ് ചക്രവാതങ്ങൾ. അസ്ഥിരവാദങ്ങളുടെ 2 എക്സാമ്പിൾ ആണ് ചക്രവാതങ്ങൾ, പ്രതിചക്രവാതങ്ങൾ. അപ്പൊ കാറ്റുകളെ എത്ര തരംതിരിക്കാം? 4 അല്ലെങ്കിൽ എത്ര വിധമുണ്ട് കാറ്റുകൾ? 4 വിധം. അതില് ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും ഏത് ഗ്രൂപ്പിൽ പെടുന്നു? അസ്ഥിരവാദങ്ങൾ എന്ന ഗ്രൂപ്പിൽ പെടുന്നു. അസ്ഥിരവാദങ്ങളുടെ 2 ഉദാഹരണങ്ങളാണ് ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, എന്താണ് അസ്ഥിരവാദങ്ങൾ? അന്തരീക്ഷത്തിലെ പെട്ടെന്നുള്ള മർദ്ദ വ്യതിയാനങ്ങൾ മൂലം രൂപം കൊള്ളുന്ന കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. ഇവ 2 വിധത്തിലുണ്ടെന്ന് പറയുന്നു, ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും. അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നത്. ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയെ നമ്മൾ എന്ത് വിളിക്കുന്നു? സൈക്ലോജെനസിസ് എന്ന് വിളിക്കുന്നു. ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ എന്ത് വിളിക്കുന്നു? സൈക്ലോജെനസിസ് എന്ന് വിളിക്കുന്നു. ഇത് നോക്കിക്കേ, ഒരു ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക്
ചുറ്റും നിന്ന് വീശിയെത്തുന്ന അതിശക്തമായ കാറ്റിനെയാണ് ചക്രവാതങ്ങൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ചക്രവാതങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് അത് ഞാൻ പറഞ്ഞേക്കുന്നത്, ഒരു ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക്, ഇത് എന്തുകൊണ്ട് ഒരു ന്യൂനമർദ്ദ കേന്ദ്രമായി മാറി? ചൂട് കൂടിയ അന്തരീക്ഷ ഭാഗത്ത് മർദ്ദം കുറയും എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് അതിന്റെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ചുറ്റുമുള്ള പ്രദേശത്തെ ഉച്ചമർദ്ദവായു, ഉഷ്ണമേഖല വായു അല്ല, ഉച്ചമർദ്ദവായു ഇങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുന്നു. എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ഈ കാറ്റുകൾ കൂട്ടിയിടിച്ച് കറങ്ങുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ചക്രവാതങ്ങൾ ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തത് പ്രതിചക്രവാതങ്ങൾ. ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ശ്രദ്ധിച്ചോണം, ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ചുറ്റിലേക്ക് വീശുന്ന അതിശക്തമായ കാറ്റിനെയാണ് പ്രതിചക്രവാതം എന്ന് വിളിക്കുന്നത്. അപ്പൊ നടുക്ക് എന്താണ്? ഒരു ഹൈ പ്രഷർ ഉണ്ടോ? നടുക്ക് ഒരു ഹൈ പ്രഷർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയല്ല, മധ്യഭാഗത്ത് ഇവിടെ മധ്യഭാഗത്ത് ഹൈ പ്രഷർ. അവിടെ നിന്ന് പുറത്തേക്ക് കാറ്റ് വീശാന്ന് പറഞ്ഞാൽ ഉച്ചമർദ്ദത്തിൽ നിന്ന് കാറ്റ് എപ്പോഴും പുറത്തോട്ടേ പോകത്തുള്ളൂ, ന്യൂനമർദ്ദത്തിലേക്കേ പോകത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ പുറത്തോട്ട് പോകുന്ന കാറ്റുകൾ, അങ്ങനെ കറങ്ങി വീശി ഉണ്ടാകുന്ന കാറ്റുകളെയാണ് എന്ത് വിളിക്കുന്നത്? പ്രതിചക്രവാതം എന്ന് വിളിക്കുന്നത്. അങ്ങനെ കറങ്ങി വീശി ഉണ്ടാകുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രതിചക്രവാതം. ഇനി അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇവയുടെ ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും ഏത് ദിശയിലാണ് കറങ്ങുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. കാരണം ഇത് ചുഴലിക്കാറ്റാണല്ലോ, കറങ്ങുന്ന കാറ്റാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ചോദിക്കാം. ചക്രവാതങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ ആന്റി ക്ലോക്ക് വൈസ്, എതിർ ഘടികാര ദിശയിൽ കറങ്ങുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ അവ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ക്ലോക്ക് വൈസ്. ആര്? ചക്രവാതങ്ങൾ കേട്ടോ. ചക്രവാതങ്ങൾ കറങ്ങുന്നത് എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഉത്തരാർദ്ധഗോളത്തിൽ, ദക്ഷിണാർദ്ധഗോളത്തിൽ ക്ലോക്ക് വൈസ്. എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്ത ഡയറക്ഷനിൽ കറങ്ങുന്നത്? കോറിയോലിസ് എഫക്റ്റ് ആണ് അതിന്റെ കാരണം. കോറിയോലിസ് ബലമാണ് ചക്രവാതങ്ങളുടെ ഈ ഒരു ദിശാ വ്യതിയാനത്തിനൊക്കെ കാരണം. ഇനി പ്രതിചക്രവാതം ഉത്തരാർദ്ധഗോളത്തിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു. പ്രതിചക്രവാതം എന്താണെന്നും ചക്രവാതം എന്താണെന്നും തൊട്ട് മുമ്പുള്ള സ്ലൈഡിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് പുറത്തെ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് കാറ്റ് വന്നാൽ അത് ചക്രവാതം. ഒരു ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് പുറത്തുള്ള ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശിയാൽ അത് എന്താണ്? പ്രതിചക്രവാതം. ഇനി അവ ഏതൊക്കെ ഡയറക്ഷനിൽ കറങ്ങുന്നു എന്നുള്ളത് ഇവിടെ പറഞ്ഞു. ഇതായിരിക്കും ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വരാൻ പോകുന്ന ജില്ലകളിലെ മറ്റ് LDC എക്സാംസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരെണ്ണമല്ലേ കഴിഞ്ഞുള്ളൂ, മറ്റ് ജില്ലകളിൽ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? ബെൻഗ്വേല, കുറോഷിയോ, ഗൾഫ് സ്ട്രീം, അഗുൽഹാസ്. എവിടുന്നാണ് ഈ ചോദ്യം ചോദിച്ചത്? ക്ലാസ് 9 SCRT പാഠം 5 സമുദ്രവും മനുഷ്യനും എന്ന പാഠത്തിൽ നിന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഗുൽഹാസ് പ്രവാഹമാണ്. ആൻസർ ഓപ്ഷൻ ഡി എന്താണ്? അഗുൽഹാസ് പ്രവാഹം. അതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം. ഇത് നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളിൽ ആദ്യത്തേത് ഇത് നമ്മുടെ ദക്ഷിണ മധ്യരേഖ പ്രവാഹം വരുന്നുണ്ട്. പിന്നെ ഉത്തരാർദ്ധഗോളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം എന്ന് പറയുന്ന ഒരു പ്രവാഹമുണ്ട്. ഇത് രണ്ടുമാണ് ഉഷ്ണജലം. ഇനിയുണ്ട് അഗുൽഹാസ്, മൊസാംബിക് എന്നിവർ ഉഷ്ണജല പ്രവാഹങ്ങളാണ്. അഗുൽഹാസും മൊസാംബിക്കും കണ്ടോ, രണ്ട് ഉഷ്ണജല പ്രവാഹങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ദക്ഷിണ ഇന്ത്യൻ പ്രവാഹം എന്നൊരു ഉഷ്ണജല പ്രവാഹം ഇവിടെ വരുന്നുണ്ട്, ദക്ഷിണ ഇന്ത്യൻ പ്രവാഹം. ഇനി രണ്ട് ശീതജല പ്രവാഹങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? പശ്ചിമവാത പ്രവാഹവും ഇതുപോലെ പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹവും. രണ്ട് ശീതജല പ്രവാഹങ്ങളും ഇവിടെ വരുന്നു. ശീതജല പ്രവാഹങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ശീതജല പ്രവാഹങ്ങൾ ഞാൻ ഒന്നുകൂടെ മാർക്ക് ചെയ്യാൻ നോക്കിക്കോണത്. ഇതൊരു ശീതജല പ്രവാഹമാണ്, ഇതൊരു ശീതജല പ്രവാഹമാണ്, ഇത് മറ്റൊരു ശീതജല പ്രവാഹമാണ് അല്ലെ? അപ്പോൾ പശ്ചിമവാത പ്രവാഹവും പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹവും ഇവിടുത്തെ ശീതജല പ്രവാഹങ്ങളാണ്. നമ്മളോട് ചോദിച്ച ചോദ്യം ഏതായിരുന്നു? ഇത് അഗുൽഹാസ് കണ്ടോ, അഗുൽഹാസ്. ആഫ്രിക്കയ്ക്ക് അടുത്തൂടെ കടന്നു പോകുന്ന ഈ പ്രവാഹം കേട്ടോ, അതെ അഗുൽഹാസ് പ്രവാഹം. ഇതായിരുന്നു നമ്മളോട് ചോദിച്ച ചോദ്യം. ഇത് പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, ഈ ഒരു പടം മാത്രമേ ഉള്ളൂ. ഈ പടത്തിൽ നിന്നാണ് ചോദ്യകർത്താവ് ചോദ്യം ചോദിച്ചത്. അതൊരു വരിയായിട്ട് എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ന സമുദ്ര പ്രവാഹമാണ് ഇത് എന്നൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഈ ഒരു പടം കണ്ട് മനസ്സിലാക്കി ആൻസർ ചെയ്യണം ഉദ്യോഗാർത്ഥി. ക്ലിയർ? അപ്പൊ ഇതൊരു ഡയറക്റ്റ് ചോദ്യം എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പുസ്തകത്തിലുണ്ട്, എന്നാലും ഇതൊരു ഡയറക്റ്റ് ചോദ്യം എന്ന് പറയാൻ പറ്റത്തില്ല. നോക്കിയേ, ഉഷ്ണജലവും ശീതജലവും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തരം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം ഉഷ്ണജലമാണ്, ദക്ഷിണ മധ്യരേഖ പ്രവാഹം ഉഷ്ണജലമാണ്, മൊസാംബിക് പ്രവാഹം ഉഷ്ണജലമാണ്, അഗുൽഹാസ് പ്രവാഹം ഉഷ്ണജലമാണ്. ഇനി ശീതജലം ഏതൊക്കെയാണ്?
വെസ്റ്റ് ഓസ്ട്രേലിയൻ പ്രവാഹം, പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം, അതുപോലെ പശ്ചിമവാത പ്രവാഹം. ഇതെല്ലാം ശീതജല പ്രവാഹങ്ങളാണ് എന്നുള്ള കാര്യം ഓർക്കുക. പസഫിക്കിലെ അതുപോലെ പസഫിക്കിലെയും അറ്റ്ലാന്റിക്കിലെയും സമുദ്രജല പ്രവാഹങ്ങൾ കൂടി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുക. ഒരു കോഡ് നമ്മൾ ഇതിനു വേണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. പസഫിക്കിലെ അറ്റ്ലാന്റിക്കിലും കൂടെ പഠിക്കാനായിട്ട്. ഇത് പസഫിക് സിമ്പിളാണ്. പസഫിക് കാണാൻ ഓസിൽ പോകാൻ പറ്റത്തില്ല, കാശ് പെറുക്കേണ്ടി വരും. ഇതാണ് കോഡ്. അപ്പൊ പസഫിക്കിലെ പ്രവാഹങ്ങൾ നമുക്ക് നോക്കാം. ഇതിന്റെ കീ വേർഡ്സ് നമ്മൾ പ്രത്യേക കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പസഫിക് എന്നുള്ളത് പസഫിക് സമുദ്രത്തെയാണ്. ആ ഓസിലിനകത്തെ ഓ എന്ന് പറയുന്നത് അല്ല, ആദ്യം ഇതുണ്ട് അല്ലെ, കാണാനകത്തെ അത് കാലിഫോർണിയ പ്രവാഹം, പസഫിക്കിലെ ഒരു ശീതജല പ്രവാഹമാണിത്. ഇനി ഓ എന്നുള്ളത് രണ്ടുപേരെ സൂചിപ്പിക്കുന്നു. ഒയാഷിയോ, പസഫിക്കിലെ ഒരു ശീതജലമാണ് ഒയാഷിയോ. ഇനി പസഫിക്കിലെ ഒരു ഉഷ്ണജലമാണ് ഈസ്റ്റ് ഓസ്ട്രേലിയൻ. പസഫിക്കിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ് ഈസ്റ്റ് ഓസ്ട്രേലിയൻ കേട്ടോ. അപ്പോൾ ഓ എന്നുള്ളത് ഒയാഷിയോ, ഓസ്ട്രേലിയ എന്നീ രണ്ടുപേരെ സൂചിപ്പിക്കുന്നു. ഇനി കുറെ കാശ് പെറുക്കേണ്ടി വരും. കുറെ എന്നുള്ളത് കുറോഷിയോ പ്രവാഹത്തെ സൂചിപ്പിക്കുന്നു. ഇതൊരു പസഫിക്കിലെ ഉഷ്ണജല പ്രവാഹമാണ്. ജപ്പാൻ പ്രവാഹം എന്നും കറുത്ത പ്രവാഹം എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. പിന്നെ പെറുക്കേണ്ടി വരും എന്നതിലെ പെറു എന്നുള്ളത് പെറു പ്രവാഹമാണ്. ഇത് പസഫിക്കിലെ ഒരു ശീതജല പ്രവാഹമാണ്, പെറു പ്രവാഹം. ഹംബോൾട്ട് പ്രവാഹം എന്നും അറിയപ്പെടുന്നു കേട്ടോ. പസഫിക് ക്ലിയർ അല്ലേ? ഇനി അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം. നമ്മൾ ഓൾറെഡി നമ്മുടെ ചോദ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നായിരുന്നു. സിമ്പിൾ ഒരു കോഡുണ്ട്. മുസാമ്പി തിന്നാൻ പടിഞ്ഞാറ് ഓസ്ട്രേലിയ വരെ പോകേണ്ടതില്ല, ഇന്ത്യയിൽ അഖിൽ ചേട്ടന്റെ കടയിലുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രമാണ്. മൊസാംബിക് പ്രവാഹത്തെ സൂചിപ്പിക്കുന്നു. പടിഞ്ഞാറ് ഓസ്ട്രേലിയ എന്നുള്ളത് വെസ്റ്റ് ഓസ്ട്രേലിയൻ പ്രവാഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ മൊസാംബിക്ക് ഒരു ഉഷ്ണജലമാണ്, ഓർക്കുക. അതുപോലെ തന്നെ വെസ്റ്റ് ഓസ്ട്രേലിയൻ പ്രവാഹം ഒരു ശീതജലമാണ് ഇവിടുത്തെ. പിന്നെ അഖിൽ പ്രവാഹം എന്നുള്ളത് അഗുൽഹാസിനെ സൂചിപ്പിക്കുന്നു. ഇതും ഒരു ഉഷ്ണജല പ്രവാഹമാണ്. അപ്പൊ മൊസാംബി, അഗുൽഹാസ് ഇത് രണ്ടും, മൊസാംബിക് പ്രവാഹവും അതുപോലെ തന്നെ അഗുൽഹാസ് പ്രവാഹവും എന്താണ്? ഉഷ്ണജല പ്രവാഹമാണ്. വെസ്റ്റ് ഓസ്ട്രേലിയൻ ഇവിടുത്തെ ഒരു ശീതജല പ്രവാഹമാണ്. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രം കഴിഞ്ഞു. അറ്റ്ലാന്റിക്കും ഇതേപോലെ തന്നെ. ദാസനും വിജയനും അറ്റ്ലാന്റിക് കാണാൻ ഗൾഫ് വഴി കാനഡ വരെ പോയതാ. ചെന്ന് പെട്ടത് ബ്രസീലിൽ. അവിടുന്ന് ലാഭത്തിൽ കുറച്ച് ബനിയൻ വാങ്ങി നാട്ടിലോട്ട് പോകുന്നു. അപ്പൊ ആദ്യത്തെ കീവേഡ് അറ്റ്ലാന്റിക്. ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തെ സൂചിപ്പിക്കുന്നു. ഗൾഫ് എന്നുള്ളത് ഗൾഫ് സ്ട്രീമിനെ സൂചിപ്പിക്കുന്നു. ഉഷ്ണജലമാണ്. ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹമാണ്. കാനഡ എന്നുള്ളതിനകത്ത് കാനറി പ്രവാഹത്തെ സൂചിപ്പിക്കുന്നു. ഇതൊരു ശീതജലമാണ്. ഇനി ബ്രസീൽ എന്നുള്ളത് ബ്രസീലിയൻ പ്രവാഹത്തെ സൂചിപ്പിക്കുന്നു. ഇത് മറ്റൊരു ഉഷ്ണജല പ്രവാഹമാണ്. ലാഭത്തിൽ എന്നുള്ളത് ലാബ്രഡോർ പ്രവാഹം കേട്ടോ. ഈ ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ ലാബ്രഡോർ പ്രവാഹത്തെ സൂചിപ്പിക്കുന്നു. ഇതൊരു ശീതജല പ്രവാഹമാണ്. ഇനി ബെനിയൻ എന്നുള്ളത് ബെൻഗ്വേല പ്രവാഹത്തെ സൂചിപ്പിക്കുന്നു. ബെൻഗ്വേല പ്രവാഹം കേട്ടോ. ബെനിയൻ എന്നുള്ളത് ബെൻഗ്വേല പ്രവാഹമാണ്. ഇത് മറ്റൊരു ശീതജല പ്രവാഹമാണ് കേട്ടോ. ബെൻഗ്വേല ശീതജലമാണ്. അപ്പൊ ഏതൊക്കെയാണ് ശീതജലം? ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് കാനറി പ്രവാഹം ശീതജലമാണ്, ലാബ്രഡോർ പ്രവാഹം ശീതജലമാണ്, ബെൻഗ്വേല പ്രവാഹം ശീതജലമാണ്. ബാക്കിയെല്ലാം ഉഷ്ണജലം കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി ഉഷ്ണജല പ്രവാഹം നമ്മൾ പസഫിക്കിലെ ഒരു ടേബിളിനകത്ത് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കോണം. ഉഷ്ണജല പ്രവാഹം ഒരു സൈഡില്, ശീതജല പ്രവാഹം മറ്റൊരു സൈഡില്. നമ്മൾ ഓൾറെഡി ഇത് കൊടുത്തതാണ്. അപ്പൊ കുറോഷിയോ പ്രവാഹം നമ്മൾ കണ്ടതാണ്. ഈസ്റ്റ് ഓസ്ട്രേലിയൻ പ്രവാഹം കണ്ടു. അതുപോലെ മറ്റൊരെണ്ണം നമ്മൾ അതിനകത്ത് പറയാത്തതാണ് അലാസ്കൻ പ്രവാഹം. പസഫിക്കിലെ മറ്റൊരു ഉഷ്ണജല പ്രവാഹമാണ് അലാസ്കൻ പ്രവാഹം. ശീതജലം നമ്മൾ പഠിച്ചില്ല, നേരത്തെ പറഞ്ഞതിനകത്ത് വന്നിട്ടില്ലായിരുന്നു. ഒയാഷിയോ പ്രവാഹം കോഡിനകത്തൊന്നും വന്നതല്ല. ഒയാഷിയോ. കാലിഫോർണിയ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. പെറു പ്രവാഹം പറഞ്ഞായിരുന്നു. മറ്റൊരെണ്ണം നമ്മൾ കോഡിനകത്തൊന്നും വരാത്ത ഒരെണ്ണമാണ് ഒഖോസ്ക് കേട്ടോ. മറ്റൊരു ശീതജല പ്രവാഹം, പസഫിക്കിലെ ഒരു ശീതജല പ്രവാഹമാണ്. നമ്മൾ ക്ലാസ്സിൽ നേരത്തെ കോഡിൽ വരാത്തത് ഈ രണ്ടെണ്ണമാണ്, ഒയാഷിയോ, ഒഖോസ്ക്. ഇവിടെ കോഡിൽ വരാത്തത് ഏതായിരുന്നു? അലാസ്കൻ പ്രവാഹമായിരുന്നു കേട്ടോ, അലാസ്കൻ പ്രവാഹം. ഇനി അതേപോലെ തന്നെ അറ്റ്ലാന്റിക്കിലെ ഗൾഫ് സ്ട്രീം, ഇത് ഓൾറെഡി കോഡിനകത്ത് വന്നായിരുന്നു. ഫ്ലോറിഡ പ്രവാഹം കോഡിൽ വരാത്തതാണ്. അറ്റ്ലാന്റിക്കിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. ബ്രസീലിയൻ പ്രവാഹം ഓൾറെഡി നമ്മൾ പറഞ്ഞു. കാനറി പ്രവാഹം പറഞ്ഞു. ലാബ്രഡോർ പ്രവാഹം പറഞ്ഞു. ബെൻഗ്വേല പറഞ്ഞു. ഫാക്കലാൻഡ് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഫാക്കലാൻഡ് ഒരു ശീതജല പ്രവാഹമാണ്. പശ്ചിമവാത പ്രവാഹവും എന്താണ്? ശീതജല പ്രവാഹമാണ്. അറ്റ്ലാന്റിക്കിലെ പശ്ചിമവാത പ്രവാഹം അറ്റ്ലാന്റിക്കിലെ ശീതജല പ്രവാഹമാണ്. പസഫിക്കിലെയും ശീതജല പ്രവാഹമാണ്. പശ്ചിമവാദമാണ്. പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ്. പശ്ചിമവാദം കോമൺ ആണ് കേട്ടോ. കോമൺ ആണ്. ഇനി അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകമാണ്. ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. ഭഗീരഥി, അളകനന്ദ എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ 1, 2 എന്നിവ തെറ്റാണ്. 1, 3 എന്നിവ തെറ്റാണ്. നമ്മളോട് ഈ ശരിയായ ചോദ്യം ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ തെറ്റിക്കുന്നത് ഇങ്ങനെ തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ നമ്മൾ തെറ്റിക്കും.
കാരണം നമ്മുടെ ഒക്കെ മനസ്സിൽ ഇങ്ങനെ ശരി തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഈ തെറ്റ് ചോദിക്കുമ്പോൾ നമ്മളൊന്ന് ചിലപ്പോൾ നമുക്കൊരു പെശക് സംഭവിക്കാം. പിന്നെ സി 2, 4 തെറ്റ്, ഡി പറയുന്നു 2, 3 തെറ്റ്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1, 3 എന്നിവയാണ് നമ്മുടെ ആൻസർ. ഓട്ടെ, 1, 3 എന്നിവയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഇതൊക്കെ എവിടുന്ന് വന്നതാണ്? അന്തരീക്ഷത്തെ പറ്റിയുള്ള ചോദ്യം വന്നത് ക്ലാസ് 8 ആണ്, പാഠം 10 ഭൂമിയുടെ പുതപ്പ്. പിന്നെ ഈ നൈട്രസ് ഓക്സൈഡിനെ പറ്റിയുള്ള ചോദ്യം അവിടുന്ന് തന്നെ. ഇനി ഗ്രാനൈറ്റിനെ പറ്റിയുള്ള ചോദ്യം വന്നത്, ശിലയെ പറ്റിയുള്ള ചോദ്യം ക്ലാസ് 8 പാഠം 3 ഭൗമരഹസ്യങ്ങൾ തേടി. അതേപോലെ തന്നെ അളകനന്ദ ഭഗീരഥ നദികൾ കൂടിച്ചേരുന്ന ദൈവപ്രയാഗിനെ പറ്റിയൊക്കെ പരാമർശിക്കുന്നത് ക്ലാസ് 10 പാഠം 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ 3 പാഠങ്ങൾ മിക്സ് ചെയ്ത് 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുന്നു. നോക്കുക, അതായത് 4 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിൽ 4 ചോദ്യം വന്നു. ജോഗ്രഫിയിൽ ഒരു ചോദ്യത്തിൽ 4 ചോദ്യം വന്നു. കാരണം 4 പാഠം പഠിച്ചെങ്കിലേ, അറ്റ്ലീസ്റ്റ് 3 പാഠം പഠിച്ചാലേ നമുക്ക് ഈ 4 ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് 3 ഡിഫറെന്റ് ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ 4 ഡിഫറെന്റ് ചോദ്യങ്ങളാണ് ഇത്. ക്ലിയർ? ഇത് നമുക്കൊന്ന് നോക്കാം. അന്തരീക്ഷത്തിലെ പാളികളിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പാളി ട്രോപ്പോസ്ഫിയർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയറിന് മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതായാലും ഇത് താഴത്തെ പാളിയല്ല. സ്ട്രാറ്റോസ്ഫിയർ. കാരണം ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ ഉള്ളത്. ജെറ്റ് വിമാനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കുന്ന പാളി, അതേപോലെ ഓസോൺ പാളി കാണപ്പെടുന്ന പാളി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രാറ്റോസ്ഫിയർ. ക്ലിയർ അല്ലേ? അതിന് മുകളിലാണ് മീസോസ്ഫിയർ, തണുത്ത മേഖല അല്ലെ. അതിന് മുകളിലാണ് തെർമോസ്ഫിയറും അയണോസ്ഫിയറും. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. സാറ്റലൈറ്റുകൾ കാണപ്പെടുന്നത്, വിക്ഷേപിക്കുന്നത് അയണോസ്ഫിയറിലാണ്. സാറ്റലൈറ്റുകൾ നമ്മൾ വിക്ഷേപിക്കുന്ന അയണോസ്ഫിയറിലേക്കാണ്. റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്നത് അയണോസ്ഫിയറിലാണ്. അറോറ കാണപ്പെടുന്ന അയണോസ്ഫിയറിലാണ്. ഏറ്റവും താപനില കൂടിയ ഭാഗമാണ് തെർമോസ്ഫിയർ. മൊത്തത്തിൽ പറയണം, തെർമോസ്ഫിയർ. ഇനി ആഗ്നേയശിലകൾ. ഭൗമാന്തര ഭാഗത്ത് ശിലകളെ പറ്റിയുള്ള ചോദ്യം വന്നത് ക്ലാസ് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ്. ഭൗമാന്തര ഭാഗത്ത് നിന്നുള്ള ശിലാദ്രവം, ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള ശിലാദ്രവം, അതായത് ഉരുകിയ ശിലകൾ, അതാണ് മാഗ്മ. അതിൽ നിന്നാണ് ആഗ്നേയശിലകൾ രൂപം കൊള്ളുന്നത്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നു. മാഗ്മ തണുത്ത് കട്ടിപിടിച്ചാണ് ആഗ്നേയശിലകൾ. ഈ ആഗ്നേയശിലകളിൽ നിന്നാണ് മറ്റെല്ലാ ശിലകളും രൂപപ്പെടുന്നത്. മാഗ്മ തണുത്ത് കട്ടിപിടിച്ചുണ്ടാകുന്ന ആഗ്നേയശിലകളിൽ നിന്നാണ് മറ്റെല്ലാ ശിലകളും ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ ഇവയെ, ഈ ആഗ്നേയശിലകളെ അടിസ്ഥാന ശിലയെന്നും ശിലകളുടെ മാതാവെന്നും പ്രാഥമിക ശിലയെന്നും അഗ്നിപർവ്വതജന്യ ശില എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു. ഇനി ഇവയുടെ എക്സാമ്പിള്, ലാറ്റിൻ ഭാഷയിൽ ഇഗ്നിസ് എന്ന വാക്കിൽ നിന്നാണ്, ഇഗ്നിസ് എന്നാൽ അഗ്നി എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് ഇഗ്നിയസ്, ആഗ്നേയം എന്ന പദം വന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് ആഗ്നേയശില. അപ്പൊ ഇവിടെ നേരെ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടുതലുള്ളത് ആരാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടുതലുള്ള ശില ആരാണെന്ന് അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാം. അതാരാണ്? അത് അവസാദ ശിലയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടുതലുള്ളത് അവസാദ ശിലയാണ്. ഭൂവൽക്കത്തിൽ കൂടുതൽ ആഗ്നേയശില. ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ്. ധാരാളം ലോഹ അയിരുകൾ കാണപ്പെടുന്ന ശിലയാണ്. നമ്മുടെ ചോദ്യം ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്. നമ്മുടെ പ്രസ്താവന എന്തായിരുന്നു? ഗ്രാനൈറ്റ് ഒരു അവസാദ ശിലയാണെന്ന്. ആണോ? ഗ്രാനൈറ്റ് ഒരു ആഗ്നേയശിലയാണ്. കൽക്കരി, പെട്രോളിയം, ചോക്ക്, ചുണ്ണാമ്പ് കല്ലൊക്കെയാണ് അവസാദ. ഷെയിൽ, ഇതൊക്കെയാണ് അവസാദ ശിലകൾക്ക് ഉദാഹരണം. മാർബിള്, നൈസ്, ഷിസ്റ്റ്, സ്ലൈറ്റ്, ഇതൊക്കെയാണ് എന്ത്? കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം. കേട്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ നോക്കി, ഗ്രാനൈറ്റ്, പ്യൂമിസ്, ഗാബ്രോ, ടഫ്, പിന്നെ ബസാൾട്ട്, ഇതെല്ലാം എന്താണ്? ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന ആഗ്നേയശിലയാണ് ഏത്? ബസാൾട്ട്. ബസാൾട്ട് പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ്, റിഗർ മണ്ണ്, ചെർണോസോ എന്നൊക്കെ അറിയപ്പെടുന്നത്. കേട്ടോ? ഓക്കെ. ഇനി അടുത്ത ഹരിതഗ്രഹ വാതകങ്ങളുടെ മറ്റേ നൈട്രസ് ഓക്സൈഡിനെ പറ്റിയുള്ള ചോദ്യം. ഇതും 9ാം ക്ലാസ്സിൽ നിന്നാണ് വന്നത്, ഭൂമിയുടെ പുതപ്പ് എന്ന പാഠത്തിൽ നിന്ന്. ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കൂടുന്നതിന്റെ ഫലമായി അത് ആഗിരണം ചെയ്യുന്ന താപത്തിന്റെ അളവ് കൂടുകയും അതുമൂലം അന്തരീക്ഷം ചൂട് പിടിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഹരിതഗ്രഹ പ്രഭാവം. നോക്കുക, അന്തരീക്ഷത്തിൽ ഹരിതഗ്രഹ വാതകങ്ങൾ ഉള്ളത് കൊണ്ട് ഭൂമി പുറന്തള്ളുന്ന ചൂടിനെ ഈ ഹരിതഗ്രഹ വാതകങ്ങൾ ആഗിരണം ചെയ്യും. അങ്ങനെ ഭൂമിയോട് അടുത്ത് കിടക്കുന്ന അന്തരീക്ഷത്തിന്റെ ചൂട് വർദ്ധിക്കും. ഇതിനെ വിളിക്കുന്ന പേര് ഹരിതഗ്രഹ പ്രഭാവം. ആരാണ് ആ വാതകങ്ങൾ? ഭൂമിയോടടുത്ത അന്തരീക്ഷത്തിന്റെ ചൂട് നിലനിർത്തുന്ന, ഭൂമി പുറന്തള്ളുന്ന ഭൗമ വികിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന ആ ആളുകൾ ആരെല്ലാമാണ്? അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഈ ഹരിതഗ്രഹ വാതകങ്ങളാണ്. ഇവയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ, ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആഗോള താപനം ഉണ്ടാവും. ആരൊക്കെയാണ് ഈ ഹരിതഗ്രഹ വാതകങ്ങൾ? കാർബൺ ഡയോക്സൈഡ്, പ്രധാനി ഇയാളാണ്. പിന്നെ മീഥൈൻ, പിന്നെ നമ്മുടെ ചോദ്യം നൈട്രസ് ഓക്സൈഡ്, ഇതൊരു ഹരിതഗ്രഹ വാതകമാണ്. കേട്ടോ? പിന്നെ CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഇനിയുണ്ട് മീഥൈൻ, ഓസോൺ. കേട്ടോ? മീഥൈൻ, ഓസോൺ, ഇതെല്ലാം ഹരിതഗ്രഹ വാതകമാണ്. ഇതാരാ കണ്ടെത്തിയത് ഈ പ്രഭാവം? ജോസഫ് ഫോറിയർ ആണ് ഇത് കണ്ടെത്തിയത്. ആരാ കണ്ടെത്തിയത്? ജോസഫ് ഫോറിയർ, ഹരിതഗ്രഹ പ്രഭാവം കണ്ടെത്തിയത്. ഹരിതഗ്രഹ പ്രഭാവത്തിന് ഏറ്റവും കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്.
ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടുതലായിട്ടും എത്തുന്നത്. എന്താ ചെയ്യുന്നത് ഇവര്? എന്താ, ഇത് ഭൂമിയുടെ ഉപരിതലമാണ്. ഭൂമിയുടെ ഉപരിതലം പുറന്തള്ളുന്ന ഭൗമ വികിരണത്തെ, താപത്തെ ഈ ഇവർ എന്ത് ആഗിരണം ചെയ്യും അല്ലെ? ആര് ആഗിരണം ചെയ്യും? ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ആഗിരണം ചെയ്യും. അങ്ങനെ ഭൂമിയോട് അടുത്തുള്ളതിന്റെ ഈ അന്തരീക്ഷ ഭാഗത്തിന്റെ താപം കുറയാതെ നിലനിൽക്കും. എന്നാൽ ഇവർ കൂടിയാൽ ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ ഭാഗത്തിന്റെ താപം കൂടുകയും ചെയ്യും. മനസ്സിലായോ? ഓപ്പോസിറ്റ് ആയിട്ട് നടക്കും. ഇവരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഭൂമിയോടടുത്ത് കിടക്കുന്ന അന്തരീക്ഷ ഭാഗത്തിന്റെ താപം കൂടുകയും കൂടെ ചെയ്യും. അതിനെയാണ് നമ്മൾ ആഗോള താപനം എന്ന പേരിൽ വിളിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം വന്നത് എവിടുന്നായിരുന്നു? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം വന്നത് ഇതാണ് നമ്മുടെ ഭഗീരഥിയും അളകനന്ദയും കൂടെ കൂടിച്ചേരുന്ന ഈ സ്ഥലത്തെ വിളിക്കുന്ന പേരെന്തെന്നായിരുന്നു ചോദ്യം അല്ലെ? എന്താണ് സ്ഥലത്തിന്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതാൻ നിങ്ങൾക്ക് കാണാം. ദേവപ്രയാഗ് ഇതായിരുന്നു ചോദ്യം അല്ലെ? അളകനന്ദയിലേക്ക് വേറെ നദികൾ കൂടിച്ചേരുന്നുണ്ട്. ആ കൂടിച്ചേരുന്ന സ്ഥലങ്ങളൊക്കെ പ്രയാഗ് തന്നെ അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് ധൗളിഗംഗ കൂടിച്ചേരുന്ന സ്ഥലത്തെ വിഷ്ണു പ്രയാഗ് എന്ന് വിളിക്കുന്നു. അടുത്തത് നന്ദാകിനി അത് കൂടിച്ചേരുന്ന സ്ഥലത്തെ നന്ദപ്രയാഗ് എന്ന് വിളിക്കുന്നു. അടുത്തത് നോക്കിക്കേ, പിണ്ടാർ ഗംഗ അത് കൂടിച്ചേരുന്ന സ്ഥലത്തെ കർണപ്രയാഗ് എന്ന് വിളിക്കുന്നു. അടുത്തത് മന്ദാകിനി അത് കൂടിച്ചേരുന്ന സ്ഥലത്തെ രുദ്രപ്രയാഗ് എന്ന് വിളിക്കുന്നു. അവസാനത്തെ പ്രയാഗ് ദേവപ്രയാഗ് കേട്ടോ. 5 പ്രയാഗുകൾ ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ചിത്രം നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമായിരുന്നു. താഴെ പറയുന്നവൽ ഇവിടെ ചോദിച്ചത് ശരിയായ ചോദ്യങ്ങളാണ്. എൻ്റെ ഭാഗ്യം, നമ്മൾ അത്ര തെറ്റത്തില്ല. തെറ്റായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇത് ശരിയാണ്. രണ്ടാമത്തത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. തെറ്റ്. അവിടെ ഒരു ആണവോർജ്ജ നിലയമാണ് സ്ഥിതി ചെയ്യുന്നത് കൂടംകുളത്ത്. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. തെറ്റ്. അത് ഇതുമായിട്ട് ഒന്നും ബന്ധമില്ലാത്തൊരു ചോദ്യം. ഗുജറാത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഗാന്ധിനഗറാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ശരിയാണ്, സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. അപ്പൊ ഏതൊക്കെ ശരി? യെസ്, 1, 4 എന്നിവ ശരി. ഓപ്ഷൻ സി അല്ലെ, 1, 4 എന്നിവ ശരി. ഇതാണ് ശരിയായിട്ടുള്ള നമ്മുടെ പ്രസ്താവനകൾ. ഇത് എവിടെ നിന്നൊക്കെ വന്നു? ക്ലാസ് 10 പാഠം 1 ഋതുക്കളും സമയവും. അവിടുന്നാണ് ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തെ പറ്റിയും ഗ്രീനിച്ച് രേഖാംശത്തെ പറ്റിയൊക്കെ ചോദ്യം വന്നത്. ക്ലാസ് 10 പാഠം 8 വൈവിധ്യങ്ങളുടെ ഇന്ത്യ, അവിടെ നിന്നാണ് സത്ലജ് നദിയെ പറ്റിയുള്ള ചോദ്യം വന്നത്. അതുപോലെ തന്നെ ഈ അഹമ്മദാബാദിനെ പറ്റിയൊക്കെയുള്ള ചോദ്യം വന്നത്. പിന്നെ ക്ലാസ് 10 പാഠം 7 വൈവിധ്യങ്ങളുടെ ക്ലാസ് 10 പാഠം 8 ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം, അവിടുന്നാണ് കൂടംകുളത്തെ പറ്റിയൊക്കെയുള്ള ചോദ്യം വന്നത് കേട്ടോ. ഈ കൂടംകുളത്തെ പറ്റിയുള്ള ചോദ്യം പാഠം 8 എന്നാണ് വന്നത്. പാഠം 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യയിൽ നിന്നാണ് സിന്ധു നദിയെ പറ്റിയുള്ള ചോദ്യം വന്നത് കേട്ടോ. അങ്ങനെയാണ്. പാഠം 8 സാമ്പത്തിക ഭൂമിശാസ്ത്രം, അവിടുന്നാണ് കൂടംകുളത്തെ പറ്റിയുള്ള ചോദ്യം വന്നത്. പാഠം 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യ, അവിടുന്നാണ് സിന്ധു നദിയുടെ പോഷക നദിയെ പറ്റിയുള്ള ചോദ്യം വന്നത്. നോക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് റാവത്ത് ഭട്ട എവിടെയാണ്? രാജസ്ഥാൻ, കോട്ട എന്നറിയപ്പെടുന്നു. പിന്നെ അടുത്തത് മാപ്സ്, മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ, അതുപോലെ കൽപ്പാക്കം, പിന്നെ ഒരെണ്ണം കൂടെ കൂടംകുളം. ഇതെല്ലാം എവിടെയാണ് വരുന്നത്? തമിഴ്നാട്ടിലുള്ള ആണവോർജ്ജ നിലയങ്ങളാണ്. നറോറ മറ്റൊരു ആണവോർജ്ജ നിലയം ഉത്തർപ്രദേശിലാണ്. കൈഗ എവിടെയാണ്? കർണാടകയാണ്. കാക്രപ്പാറ എവിടെയാണ്? ഗുജറാത്താണ്. അപ്പൊ കൂടംകുളം കൂടാതെ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ, അതുപോലെ കൽപ്പാക്കം കേട്ടോ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ. ഇനി വിന്ധ്യാചൽ, അടുത്ത കുറച്ച് നമ്മുടെ താപോർജ്ജ നിലയങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. ഭൗമ താപോർജ്ജം അല്ല, താപോർജ്ജ നിലയങ്ങൾ, തെർമൽ പവർ സ്റ്റേഷൻ കേട്ടോ. താപോർജ്ജ നിലയങ്ങൾ നമുക്ക് നോക്കാം. വിന്ധ്യാചൽ മധ്യപ്രദേശിലാണ്. മുന്ദ്ര അദാനി ഗുജറാത്തിലുള്ള ഒരു തെർമൽ പവർ സ്റ്റേഷനാണ്. താൽച്ചർ ഒഡീഷയിലാണ്. ഇതെല്ലാം കോൾ ബേസ്ഡ് ആണ് കേട്ടോ. പിന്നെ ദാദ്രി എവിടെയാ? ഉത്തർപ്രദേശിലാണ് വീണ്ടും. രാമകുണ്ടം തെലങ്കാനയാണ്. കോർബ സിപ്പാറ്റ് ഛത്തീസ്ഗഡിലാണ്. റിഹാന്ത് ഉത്തർപ്രദേശിലാണ്. അടുത്തത് നെയ്വേലി തമിഴ്നാട്ടിലാണ്. ഇത് താപോർജ്ജ നിലയങ്ങളാണ്. അതുപോലെ മണികരൺ അറിയാമല്ലോ, ഭൗമ താപോർജ്ജ നിലയമാണ് മണികരൺ. പിന്നെ നോക്കിയേ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഇതാണ് 82 ഡിഗ്രി കിഴക്ക് രേഖാംശം. അത് കടന്നു പോകുന്നത്, അതിനെയാണ് നമ്മൾ ഇന്ത്യയുടെ മാനക രേഖാംശം. ആ രേഖാംശത്തെയാണ് നമ്മൾ ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു സമയമേഖലയുള്ളൂ. കാരണം നമുക്ക് ഒരു രേഖാംശമാണ് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത്. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം സോണായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഒരു രേഖാംശത്തെയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ഒരു സമയമേഖലയുള്ളൂ. ലോകം മൊത്തം 24 എണ്ണം ഉണ്ട്. മൊത്തം എടുക്കുമ്പോൾ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ അതിനകത്ത്. ക്ലിയർ? ഇത് കടന്നു പോകുന്നത് പ്രധാനമായിട്ടും 5 സംസ്ഥാനങ്ങളിലൂടെയാണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്.
പ്രധാനമായിട്ടും ഉത്തർപ്രദേശിലെ മിർസാപൂരിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇത് 5 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു, പ്രധാനമായിട്ടും ഉത്തർപ്രദേശിലെ മിർസാപൂരിലൂടെ. ഇന്ത്യൻ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുമ്പിലാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് 5.5 മണിക്കൂർ. ഇന്ത്യൻ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുമ്പിലാണ്? 5.5 മണിക്കൂർ. അതിന് കാരണം എന്താണ്? ഇന്ത്യൻ പ്രാദേശിക സമയം കടന്നു പോകുന്നത് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശത്തിലൂടെയാണ്. ഇന്ത്യൻ പ്രാദേശിക സമയം കടന്നു പോകുന്നത് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശത്തിലൂടെയാണ്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഗ്രീനിച്ച് രേഖാംശം 0 ഡിഗ്രിയാണ്, അല്ലെ 0 ഡിഗ്രിയാണ്. 0-ൽ നിന്ന് 82.5 എത്താനായിട്ട് 5.5 മണിക്കൂർ വേണം. കാരണം ഭൂമി 1 ഡിഗ്രി തിരിയാനായിട്ട് 4 മിനിറ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ 2 രേഖാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 4 മിനിറ്റാണ്. അങ്ങനെയെങ്കിൽ 0-ക്കും 82.5-ക്കും ഇടയ്ക്കുള്ള വ്യത്യാസം കണക്കാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 82.5 ഗുണം 4 ചെയ്താൽ മതി, അല്ലെ? 82.5 ഗുണം 4 ചെയ്താൽ മതി. 82.5 ഗുണം 4 ചെയ്താൽ മതി. അപ്പം 331 മിനിറ്റ് എന്ന് കിട്ടും. അതിനെ നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ 5.5 മണിക്കൂർ എന്ന് കിട്ടും കേട്ടോ. ലണ്ടൻ, ഇതൊരു ചോദ്യമായിരുന്നു, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ലണ്ടൻ നഗരത്തിൽ രാവിലെ 10 മണിയാകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? 5.5 മണിക്കൂർ മുമ്പോട്ട് കൂട്ടിയാൽ മതി, 3:30 PM എന്ന് കിട്ടും. ഉച്ചതിരിഞ്ഞ് 3:30 മണി എന്ന് കിട്ടും കേട്ടോ. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഇനി സിന്ധു നദിയുടെ പോഷക നദികളെ പറ്റിയുള്ള ചോദ്യം എന്തേ നോക്കിക്ക്. ഇത് കണ്ടോ, സിന്ധു നദിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നത്. പോഷക നദികൾ, ജലം എന്നറിയപ്പെടുന്ന നദി, സിന്ധു നദിയുടെ ആദ്യത്തെ പോഷക നദി കേട്ടോ, പ്രധാനപ്പെട്ട ഒരു പോഷക നദി ജലനദി. പിന്നെ വന്നേക്കുന്നത് ഏതാണ്? ചിനാബ്, ഏറ്റവും വലിയ പോഷക നദി എന്നറിയപ്പെടുന്നു. ചിനാബ് കണ്ടോ, നിങ്ങൾക്ക് കാണാം ചിനാബ്. മൂന്നാമത്തെ ഏതാണ്? മറ്റൊരു പോഷക നദി രവി എന്നറിയപ്പെടുന്ന പോഷക നദി, ലാഹോറിന്റെ നദി എന്നൊക്കെ അറിയപ്പെടുന്ന നദി രവി. പിന്നെ മറ്റൊരു പോഷക നദി ബിയാസ്, ഏറ്റവും ചെറിയ നദി എന്ന് നമുക്ക് വേണമെങ്കിൽ, സിന്ധു നദിയിലെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട പോഷക നദി ടിബറ്റിൽ ഉത്ഭവിച്ച് ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ വന്ന് അവിടുന്ന് പിന്നെ ടിബറ്റിൽ ഉത്ഭവിച്ച് ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ വന്ന് അവിടുന്ന് പിന്നെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പോകുന്ന നദിയാണ് സത്ലജ്. തെക്ക് വശത്തുള്ള പോഷക നദിയാണ് സത്ലജ്, സിന്ധു നദിയുടെ. ബക്ര നങ്കൽ അണക്കെട്ട് ഈ നദിയിലാണ്. ഇതിൽ നിന്നാണ് രാജസ്ഥാനിലേക്ക് രാജീവ് ഗാന്ധി കനാൽ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ നദിയിൽ നിന്നാണ്. അപ്പോൾ സത്ലജുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ കൂടി ഞാൻ അധികം പറഞ്ഞു. രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി കനാൽ, രാജസ്ഥാനിലേക്കുള്ള ഇന്ദിരാഗാന്ധി കനാൽ അല്ലെങ്കിൽ രാജസ്ഥാൻ കനാൽ നിർമ്മിച്ചിരിക്കുന്നത് സത്ലജിൽ നിന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി എന്നറിയപ്പെടുന്ന ബക്ര നങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ് കേട്ടോ. അപ്പോൾ 5ാമത്തെ ചോദ്യം സ്ഥിര ചോദ്യം, PSC ചോദിച്ച് എടുത്തേക്കുന്ന ചോദ്യം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത കോഴിക്കോട് വരെ ഉണ്ട് എന്നെങ്കിലും അതൊന്നും അവർ കാര്യമാക്കുന്നില്ല. ഇപ്പൊ കോട്ടപ്പുറം വരെ SCRT-ക്കകത്തുണ്ട് എന്നും അത് മാത്രമാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ആൻസർ? ദേശീയ ജലപാത 3. എവിടുന്നാ ചോദിച്ചത്? ക്ലാസ് 10 പാഠം 8 ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം കേട്ടോ. 7ാമത്തെ പാഠം വൈവിധ്യങ്ങളുടെ ഇന്ത്യയാണ്. 8ാമത്തെ പാഠം അത് തൊട്ടടുത്ത പാഠം ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. നമ്മൾ പഠിക്കുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ദേശീയ ജലപാത 86-ൽ വരുന്നു, ദേശീയ ജലപാത 1 86-ൽ വരുന്നു. ഗംഗ, ഭഗീരഥി, അതുപോലെ തന്നെ ഹൂഗ്ലി നദിയിലായിട്ടാണ് കേട്ടോ. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി അല്ലെങ്കിൽ ഗംഗാ നദിയിലെന്ന് പഠിച്ചാലും മതി. അലഹബാദ് മുതൽ ഹാൽഡിയ വരെ ബന്ധിപ്പിക്കുന്നു, 1620 കിലോമീറ്റർ. ദേശീയ ജലപാത 2 88-ൽ വരുന്നു, ബ്രഹ്മപുത്ര നദിയിലാണ്. സാദിയ തൊട്ട് ദൂബ്ര വരെ ബന്ധിപ്പിക്കുന്നു, 891 കിലോമീറ്റർ. 3 ദേശീയ ജലപാത 3 നമ്മുടെ കേരളത്തിൽ 1993-ൽ വരുന്നു. കേരളത്തിലെ കായലുകളിലും കനാലുകളിലുമായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. കൊല്ലം തൊട്ട് കോട്ടപ്പുറം വരെയായിരുന്നു, നിലവിൽ അത് കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. പുസ്തകത്തിലെ അതിന്റെ നീളം പരാമർശിക്കുന്നത് 205 കിലോമീറ്റർ എന്നാണ്. ദേശീയ ജലപാത 4 2008 ഗോദാവരി, കൃഷ്ണ നദികളിലും കനാലുകളിലും. ഇതിന്റെ നീളം ഉണ്ടോ? 365 വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ SCRT എടുത്ത് നോക്ക്, 205 ഉള്ളൂ. അത് കോഴിക്കോട് വരെ നീട്ടിയപ്പോഴാണ് 365 മാറിയത്. അത് പുസ്തകത്തിനകത്ത് മിസ്സിംഗ് ആണ് കേട്ടോ. പുസ്തകം മാത്രമേ ചോദ്യകർത്താവ് നോക്കിയിട്ടുള്ളൂ എന്നതിന്റെ തെളിവാണ് കൊല്ലം തൊട്ട് കോട്ടപ്പുറം എന്ന് ചോദ്യം വന്നത്. അല്ലെങ്കിൽ അയാൾ അപ്ഡേറ്റ് ചെയ്ത ആളായിരുന്നെങ്കിൽ കൊല്ലം തൊട്ട് കോഴിക്കോട് വരെ ചോദിച്ചേനെ. ഇനി ഗോദാവരി, കൃഷ്ണ നദിയിലാണ്. പിന്നെ കാക്കിനഡ, പുതുച്ചേരി ആണ് ബന്ധിപ്പിക്കുന്നത്, 1095 കിലോമീറ്റർ. ഇതുമായി വേറെ എന്തൊക്കെയാണ് റാങ്ക് ഫയലിലേക്കുള്ളത്? പുസ്തകത്തിൽ 95 തന്നെയാണ് കേട്ടോ. SCRT-ക്കകത്ത് 95 ചിലർ ഇത് 1037 47 അങ്ങനെയൊക്കെ റാങ്ക് ഫയലിലൊക്കെ കണ്ടിട്ടുണ്ട്. തെറ്റാണ്, ഇത് പഠിക്കണം, 95 പഠിക്കണം. ദേശീയ ജലപാത 5 2008-ൽ വന്നു, ബ്രാഹ്മണി, മഹാനദി നദികളിലാണ്. താൽച്ചർ, ധാമ്രയാണ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഏതൊക്കെയാണ്? താൽച്ചർ, ധാമ്ര. 623 കിലോമീറ്റർ ആണ് നീളം. എത്രയാണ്? 623 കിലോമീറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എവിടുന്ന്? ജോഗ്രഫിയിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ ഇത്രയുമാണ്. അതിന്റെ സോഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഉത്തരം പറഞ്ഞു തന്നു, സോഴ്സ് പറഞ്ഞു തന്നു, അനുബന്ധ വിവരങ്ങൾ പറഞ്ഞു തന്നു. ഇനി ആ പാഠങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു തന്ന പാഠങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഞാൻ പറഞ്ഞ ചോദ്യങ്ങളുടെ അനുബന്ധ വിവരങ്ങൾ നന്നായിട്ട് പഠിക്കുക. സംശയമുള്ളത് കമന്റിലൂടെ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ പറയുക.
അങ്ങനെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, നിങ്ങളും പഠിക്കുക, നമുക്കും നിങ്ങൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കും ഒരു ആവേശമാണ്, പ്രോത്സാഹനമാണ്, ആത്മവിശ്വാസമാണ് കേട്ടോ. അപ്പോൾ വരുന്ന ജില്ലക്കാർക്കുള്ള സൂചന നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ സൂചനയ്ക്കനുസരിച്ച് നമ്മൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. നമ്മൾ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുന്നു. തീർച്ചയായും വിജയിക്കും. വിജയിക്കാനുള്ളതല്ലേ ഈ പരീക്ഷകളൊക്കെ, നമുക്ക് വിജയിക്കാനുള്ളത് തന്നെയാണ്. നമ്മൾ വിജയിച്ചിരിക്കും. അപ്പോൾ കൊല്ലം തൊട്ട് ഇനി അടുത്ത ജില്ലക്കാർക്ക്, തിരുവനന്തപുരം ജില്ലക്കാർക്ക് നല്ല മാർക്ക് ഒക്കെ കിട്ടിയത് അറിയിച്ചിട്ടുണ്ട് ഒത്തിരി പേര്. മാർക്ക് കുറഞ്ഞൊരു വിഷമിക്കേണ്ട, മറ്റു പരീക്ഷകൾക്ക് തയ്യാറെടുക്കുക. അല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ലല്ലോ. വിഷമിച്ചിരുന്നത് കൊണ്ടോ ദുഃഖിച്ചിരുന്നത് കൊണ്ടോ ഒരു കാര്യവുമില്ല. അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക, അല്ലെങ്കിൽ മറ്റു ജോലികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങുക കേട്ടോ. മറ്റു ജില്ലക്കാർ LDC എക്സാം, അവരുടെ എക്സാം നടക്കുന്നു. അപ്പോൾ കുറച്ച് സമയം മാത്രമേ തൊട്ടടുത്ത ജില്ലക്കാർക്കുള്ളൂ. അപ്പം ആ ഒരു സമയത്തെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഒരു ഉഴപ്പിലേക്കും പോകരുത്, യാതൊരു വിധത്തിലുള്ള ടെൻഷനിലേക്കും പോകരുത്. പഠനം മാത്രം, റിവിഷൻ മാത്രം മനസ്സിലുണ്ടാവണം. നല്ല ശ്രദ്ധയോടെ ആവശ്യത്തിന് ഉറങ്ങി, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച്, എല്ലാം എന്താണ്, ഒരു എക്സാജറേറ്റ് ആയി പോകരുത്, ഒന്നും ഒരു അധികപറ്റായി പോകരുത്. എല്ലാം വേണ്ട പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം കേട്ടോ. ഉറക്കവും ഭക്ഷണവും ഒക്കെ ഉണ്ടാവണം. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകണം. കൃത്യമായി റിവിഷൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ല റാങ്ക് നേടി നല്ല ജോലിയിലെത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. കൊല്ലം ജില്ല അടുത്ത ജില്ലക്കാർക്ക്, ഇനി വരാൻ പോകുന്ന ജില്ലക്കാർക്ക് പരീക്ഷയ്ക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. താങ്ക് യു.